നമസ്കാരം, ഞാൻ ഡോക്ടർ രാജലക്ഷ്മി തമ്പാമടം. അമാവാസിക്കും പൗർണമിക്കുമുള്ള പ്രാധാന്യം എന്താണെന്ന് പറയാൻ പോകുന്നത്. അമാവാസി പൗർണമി പഴയ കാലങ്ങളിൽ നമ്മൾ വളരെയധികം ആചരിച്ചിരുന്ന ഒരു ഇതാണ് അമാവാസി പൗർണമി. അമാവാസി എന്ന് പറയുമ്പോൾ ചന്ദ്രൻ നമുക്ക് കാണുന്നില്ല, ആ ദിവസമാണ് ചന്ദ്രൻ മറയുന്നു, ആ ദിവസമാണ് അമാവാസി എന്ന് പറയുന്നത്. അപ്പോൾ ചന്ദ്രബലം കുറയുകയും ചന്ദ്രൻ നമ്മുടെ ജാതകത്തിൽ ചന്ദ്രൻ നീചരാശിയിലോ അമാവാസിയിലോ ജനിച്ചവർക്ക് ചന്ദ്രന്റെ ബലം കുറയുമ്പോൾ മാനസികമായ സമ്മർദ്ദങ്ങളും ബുദ്ധിമുട്ടുകളും അനിയന്ത്രിതമായ ദേഷ്യം വരിക, അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അമാവാസി എന്ന് പറഞ്ഞാൽ ഭദ്രകാളിക്ക് പ്രാധാന്യമുള്ള ദിവസമാണ്. ഭദ്രകാളിക്കും പിതൃക്കൾക്കും പ്രാധാന്യം, പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ദൈവത്തെക്കാളും കൂടുതലാണെന്ന് പറയാം. അത്രയ്ക്കും പിതൃക്കളുടെ അനുഗ്രഹമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അമാവാസി ദിവസം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അമാവാസി എന്ന് പറയുമ്പോൾ കറുത്ത വാവ് എന്നാണ് പറയുന്നത്. ഈ കർത്തവാവ് ദിവസം വീട്ടിലെ നെഗറ്റീവ് എനർജിയൊക്കെ നമുക്ക് മാറ്റിക്കളയാവുന്ന ഒരു ദിവസമാണ്. ആ അമാവാസി ദിവസം രാത്രിയിൽ എല്ലാ മുറികളിലും, പൂജാമുറി ഒഴികെ എല്ലാ മുറികളിലും ഇൻക്ലൂഡിങ് ബാത്റൂം എല്ലായിടത്തും ഒരു ചെരാതിൽ വെച്ചിട്ട് കല്ലുപ്പ് വെച്ച് എല്ലാ മുറിയിലും വയ്ക്കാം. പിറ്റേ ദിവസം 24 hours കഴിയുമ്പോൾ അതിനൊരു ബക്കറ്റിലേക്ക് ഇട്ട് കിച്ചൺ സിങ്കിൽ അലിയിച്ച് കളയുക. അപ്പം തന്നെ നമ്മുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി പോകും. ഒരു ഗ്ലാസ്സിൽ വെള്ളം പുറത്ത് വയ്ക്കുക, രാവിലെ എഴുന്നേറ്റ് അത് മുറ്റത്ത് തളിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വന്നിരിക്കുന്ന നെഗറ്റീവ് എനർജിയെ നമുക്ക് മാറ്റാൻ സാധിക്കും. അമാവാസി ദിവസം ചെയ്യേണ്ട വഴിപാടൊന്നും ഭദ്രകാളി പ്രാർത്ഥിക്കുക, ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ഭദ്രകാളിക്ക് ചെമ്പരത്തിമാല സമർപ്പിക്കുക, നെയ്വിളക്ക് സമർപ്പിക്കാം, കടുംപായസം കഴിപ്പിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഭദ്രകാളി പ്രീതി ഉണ്ടായാൽ അമാവാസി ദോഷങ്ങൾ മാറും. ഭദ്രകാളി എന്ന് പറഞ്ഞാൽ ഭദ്രം തരുന്നതാണ്. ഭദ്രകാളി എന്ന് പറഞ്ഞാൽ കഴുത്തിൽ തലകളും അരയിൽ കൈകളുമുള്ള ഭദ്രകാളി എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും നന്മകൾ തരുന്ന ഒരു ദേവിയാണ് ഭദ്രകാളി. ഭദ്രകാളി പ്രാർത്ഥന ഓം ഐം ക്ലീം സൗം ഭദ്രകാളിയെ നമ. ദിവസവും നമ്മുടെ 10 നാണയം നമ്മുടെ ഒരു പാത്രത്തിലോ തട്ടത്തിൽ, സ്റ്റീലല്ല, ഒരു ചെമ്പ് പിച്ചളോ തട്ടത്തിലിട്ട് ദിവസവും അത് തൊട്ട് 108 പ്രാവശ്യം ഓം ഐം ക്ലീം സൗം ഭദ്രകാളിയെ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ധനത്തിന്റെ ബുദ്ധിമുട്ട് മാറും. നമുക്ക് ഇവിടെ നിന്നൊക്കെ ധനം വരും, ആ ബ്ലോക്കുകൾ മാറും. അനിതമായ ഹോസ്പിറ്റലിൽ പോവുക, അപകടങ്ങൾ വരിക, ഇതിനെല്ലാം നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അത്രയ്ക്ക് പവർഫുള്ളാണ് ഭദ്രകാളി. ഭദ്രകാളിക്ക് അതുപോലെ നമ്മൾ കുരുമുളകെടുത്ത് ദേവി മഹാത്മ്യത്തിലെ 4-ാം അധ്യായത്തിലെ 24-ാം ശ്ലോകം സൂര്യേന പാഹിനോ ദേവി പാഹികണ്ഠേനെ ഈ 2 വരി ചൊല്ലി 108 കുരുമുളക് വീതം പ്രാർത്ഥിച്ചു. 108 പ്രാവശ്യം എന്ന് പറയുമ്പോൾ 108 കുരുമുളക് 108 പ്രാവശ്യം ഒരു ഡബ്ബയിലിട്ട് 21 ദിവസം ഇട്ട് കഴിഞ്ഞാൽ അതിനെ ചുവന്ന തട്ടത്തിൽ കിഴികെട്ടി കൊടുങ്ങുരുടമ്മയ്ക്ക് സമർപ്പിക്കുകയാണെങ്കിൽ, ഭദ്രകാളി ഉഗ്രഭദ്രകാളി ക്ഷേത്രത്തിന് സമർപ്പിക്കുകയാണെങ്കിൽ നമുക്കൊന്നിരിക്കുന്ന സർവ്വശത്രുദോഷങ്ങളും ബാധാദോഷങ്ങളും എല്ലാ ദോഷങ്ങളും, ബാധ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതാണ് നെഗറ്റീവ് എനർജി, എല്ലാ നെഗറ്റീവ് എനർജിയും അവിടുന്ന് ഒഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ബാധ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ ആധുനിക തലമുറയ്ക്ക് ഇഷ്ടപ്പെടില്ല, പക്ഷെ നെഗറ്റീവ് എനർജി എല്ലാം പോകാൻ സാധ്യതയുണ്ട്. അതേപോലെ അമാവാസി ദിവസം രാത്രി എല്ലാവരും നിർത്തി ഒരു സ്പടിക ഗ്ലാസ്സിൽ, കുപ്പി ഗ്ലാസ്സിൽ, ചില്ല് ഗ്ലാസ്സിൽ വെള്ളം വെച്ച് എല്ലാവരെയും കല്ലുപ്പ് കൊടുത്ത് കല്ലുപ്പ് ഒഴിഞ്ഞ് ആ വെള്ളത്തിലിട്ട് പിറ്റേ ദിവസം അതിന് കിച്ചൺ സിങ്കിൽ ഒഴിച്ചു കളയാം. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ വന്നിരിക്കുന്ന സർവ്വ നെഗറ്റീവ് എനർജി പോവും. അതേപോലെ ഒരു പാത്രത്തിൽ കുറച്ച് കല്ലുപ്പിട്ട് അതിന് മുകളിൽ 7 ഗ്രാമ്പു വെച്ചാലും നെഗറ്റീവ് എനർജി മാറും. പിന്നെ നെക്സ്റ്റ് അമാവാസിക്ക് അതെല്ലാം എടുത്ത് കളയാവുന്നതാണ്. ഗ്രാമ്പു ചെടിച്ചോട്ടിടാം, ഉപ്പ് നമുക്ക് കിച്ചൺ സിങ്കിൽ അലിയിച്ച് കളയാം. ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ബുദ്ധിമുട്ടാവില്ല. പിന്നെ നമ്മൾ നോർത്ത് തമിഴ്നാട്, മറ്റേ നോർത്ത് ഇന്ത്യയിലൊക്കെ കുമ്പളങ്ങ ദീപം കത്തിക്കാവുന്ന സംഭവമുണ്ട്. കുമ്പളങ്ങ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ സാധനം കളഞ്ഞ് അതിൽ എണ്ണ ഒഴിച്ച് തിരിയിട്ട് നമ്മുടെ വീടിൻ്റെ മുൻവശത്ത് കത്തിച്ചൊരു സമ്പ്രദായമുണ്ട്. നമ്മുടെ കേരളത്തിൽ അതില്ല. നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഒരു ചെറുതാറിയ കട്ട് ചെയ്തിട്ട് ഒന്നിന് മഞ്ഞളും ഒന്നിന് കുങ്കുമമായിട്ട് അതും വെക്കാം. എല്ലാ കടകളിലൊക്കെ വെക്കാൻ കണ്ടിട്ടുണ്ട്. നെഗറ്റീവ് എനർജി പോകാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നെഗറ്റീവ് എനർജി പോകാനായിട്ടും പച്ചമുളകും നാരങ്ങയോട് തൂക്കിയിടാം. ഇതെല്ലാം നമുക്ക് നെഗറ്റീവ് എനർജി പോകാൻ. കാരണം നമുക്ക് മനഃപൂർവ്വം അല്ലെങ്കിലും ദൃഷ്ടിദോഷം വരാൻ സാധ്യതയുള്ളതാണ്. നമുക്ക് ഒരാൾ ഉയരുമ്പോൾ മറ്റുള്ളവർക്ക് അറിയാതെ തന്നെ മനസ്സിൽ ഒരു നെഗറ്റീവ് വരും, അത് നമുക്ക് ഏൽക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനൊക്കെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇനി അടുത്താണ് പൗർണമി എന്ന് പറഞ്ഞാൽ എന്താണ് പൗർണമി? പൂർണ്ണ ചന്ദ്രൻ ഉള്ള സമയമാണ് പൗർണമി. പൗർണമിക്ക് നമുക്ക് ചെയ്യേണ്ടത്, പൗർണമി എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള സമയമാണ്. ആ പൗർണമിക്ക് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, ഭദ്രകാളി തന്നെ പ്രാർത്ഥിക്കുക, ഭദ്രകാളിക്ക് കടുംപായസം കഴിപ്പിക്കുക, ദേവീക്ഷേത്രത്തിൽ പോയി, ഏത് ദേവിയായാലും ദേവീക്ഷേത്രത്തിൽ പോയി നെയ്വിളക്ക് കത്തിച്ച് 4 പ്രതിഷ്ഠം വെച്ച് തൊഴുക, പൗർണമി പൂജ ചെയ്യുക. ചന്ദ്രന് വൈകുന്നേരം സന്ധ്യയ്ക്ക് ശേഷം ചന്ദ്രനെ നോക്കി ലളിതാസഹസ്രനാമം ജപിക്കുകയും ചന്ദ്രനെ നോക്കി ഓം നമഃ ശിവായ എന്ന്, ഓം ചന്ദ്രമൗലീശ്വരായ എന്ന് പറയുകയും നെഗറ്റീവ് എനർജി എല്ലാം പോവുകയും ചെയ്യും. അതുപോലെ ചന്ദ്രൻ നീചത്തിൽ നിങ്ങൾ, അതായത് വൃശ്ചിക രാശിയിൽ ജനിച്ചവര്, വൃശ്ചിക രാശിയിൽ ചന്ദ്രൻ നീചാണ്, വൃശ്ചിക രാശിയിൽ ജനിച്ച അമാവാസി ജനിച്ചവരൊക്കെ
ഈ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ടും ചന്ദ്രൻ നോക്കി പ്രാർത്ഥിക്കേണ്ടതാണ്. ചന്ദ്രൻ നോക്കി ഓ നമ ശിവായ എന്നോ ഓ ചന്ദ്രമൗലീശ്വരായ എന്ന് നമ്മൾ ചൊല്ലുകയും ലളിതാസഹസ്രനാമം ജപിക്കുകയും ചെയ്യണം. പിന്നെ അതുപോലെ കാര്യസാധ്യത്തിനും നമ്മുടെ ആഗ്രഹ നിർത്തിക്കാൻ വേണ്ടി ഒരു സ്പടിക ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് നമ്മൾ ചന്ദ്രനെ നോക്കി കണ്ട് പ്രാർത്ഥിച്ച് ഓ നമ ശിവായ ചൊല്ലി ആ വെള്ളം അടച്ച് കിച്ചണിന്റെ അടുത്ത് പുറത്ത് വെച്ച് ശരിയാവില്ല, കിച്ചണിന്റെ ജനലിന്റെ അടുത്ത് വെച്ച് അടച്ചു വയ്ക്കുക. പിറ്റേ ദിവസം രാവിലെ സൂര്യോദയത്തിന് മുമ്പായിട്ട് ആ വെള്ളം കുടിച്ചാൽ നമ്മൾ ആഗ്രഹ നിവൃത്തി നടക്കും. നമ്മൾ നല്ല കാര്യങ്ങൾ ആഗ്രഹിച്ചാൽ നല്ല കാര്യങ്ങൾ ആഗ്രഹിക്കാവോ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ പൗർണമിക്ക് നമുക്ക് വളരെ പൗർണമിക്ക് നമ്മൾ അതുപോലെ തന്നെ മാവിളക്ക് കത്തിക്കും. തമിഴ്നാട്ടിലൊക്കെ മാവിളക്ക് കത്തിക്കുക എന്ന് പറയും. അതായത് അരിപ്പൊടിയും തെനമാവും ഒക്കെ കുഴച്ച്, അരിപ്പൊടി അത് മതി, അതിൽ നെയ്യ്, പാല്, ഏലയ്ക്ക ഇതൊക്കെ ഇട്ട് കുഴച്ച ശേഷം ഉരുളമാരിയാക്കിയിട്ട് അതിന് നടുക്ക് കുഴിയുണ്ടാക്കി നെയ്യ് ഒഴിച്ച് തിരി കത്തിക്കും. 2 ഇത് വെച്ച് വടക്കോട്ട് ഫേസ് ചെയ്ത് നോർത്ത് ഫേസ് വെച്ചാൽ ധനസമൃദ്ധി ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ ഒരുവിധം ധനാഠ്യന്മാർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതും വളരെയധികം നല്ലതാണ്. പൗർണമിക്ക് പരദേവതയെ പ്രാർത്ഥിക്കാം. അവില്, മലര്, ശർക്കര ഇതെല്ലാം വെച്ച് പരദേവതയ്ക്ക് ഓം ദും ദുർഗായേ നമഃ 108 പ്രാവശ്യം ജപിച്ചാൽ നമ്മുടെ പരദേവത അറിയാത്തവർക്ക് പരദേവത പ്രീതി ഉണ്ടാവും. പരദേവത അറിയുന്നവർക്ക് നല്ലതാണ്. കുലദേവത അനുഗ്രഹിച്ചാൽ കുലം കീർക്കുന്നവരുടെ കുലദേവത അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ മൊത്തത്തിൽ ഉയർച്ചയുണ്ടാവും. അപ്പൊ പൗർണമി എന്ന് പറഞ്ഞാൽ ഇതാണ് പൗർണമിയെ പറ്റി പറയാം. പിന്നെ പൗർണമി മെഡിറ്റേഷനൊക്കെ ഉണ്ട്. പൗർണമിയിൽ നോക്കിയിരുന്ന് നമ്മുടെ വീടിന്റെ പുറത്തിരുന്ന് പൗർണമിയെ കണ്ട് മെഡിറ്റേഷൻ ചെയ്യുക. ഒരു 15 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ദേവനെ പ്രാർത്ഥിച്ച് മെഡിറ്റേഷൻ ചെയ്യാം. ആ മെഡിറ്റേഷനൊക്കെ നമുക്ക് കാര്യസാധ്യം ആഗ്രഹ നിവൃത്തിയെല്ലാം ഉണ്ടാവും. എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യം നടന്നിരിക്കും. അത്രത്തോളം പവർഫുൾ ആണ് പൗർണമി എന്നുള്ളത്. പൗർണമിക്ക് മഹാദേവനും പ്രാധാന്യമുണ്ട്. പാർവതി ദേവിയുടെ ക്ഷേത്രത്തിൽ നമുക്ക് വഴിപാടുകൾ ചെയ്യാം. ഇതാണ് പൗർണമി. ഓരോ മാസത്തെ പൗർണമിക്കും ഓരോ പ്രത്യേകതകളുണ്ട്. ഒരു പൂർണിമ അങ്ങനെ ഓരോ മാസത്തെ പൗർണമിക്കും ഓരോ പ്രത്യേകത ഉണ്ട്. കർക്കിടക മാസത്തെ പൗർണമി കഴിഞ്ഞു. ഇനിയിപ്പം ചിങ്ങമാസമാണ്. ചിങ്ങമാസത്തെ അമാവാസി 23-ാം തീയതി അമാവാസി വരുന്നത്. ഈ കാര്യങ്ങൾ ചെയ്താൽ നല്ലതാണ്. സ്വർണം പണയത്തിലിരിക്കുന്നവർ, കടമുള്ളവർ അമാവാസി ദിവസം ചെയ്യേണ്ടത് ഒരു മഞ്ഞത്തുണിയിൽ കുറച്ച് കല്ലുപ്പിട്ട് ഒരു സ്പൂൺ കല്ലുപ്പിട്ട് ഒരു വയമ്മിന്റെ കഷ്ണം, ഒരു ഉണക്കമഞ്ഞളുടെ കഷ്ണം, സ്വർണം വയ്ക്കുക. അല്ലെങ്കിൽ ഒരു പേപ്പറിൽ സ്വർണം എന്ന് എഴുതി വെച്ച് ഒരു നാണയം കൂടി വെച്ച് കിഴിയെട്ടി മുൻവശത്ത് തൂക്കിയിടുക. അപ്പോൾ നമുക്ക് അടുത്ത അമാവാസിക്ക് അത് മാറ്റാം. നാണയം നമുക്ക് നമ്മുടെ പരദേവതാ ക്ഷേത്രത്തിന് ഭണ്ഡാരത്തിലിടാം. മറ്റത് ഒഴിക്കുക. വയമ്പും മഞ്ഞളും ചീത്തയായിട്ട് നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. മറ്റേ തുണിയും അതുപോലെ ഉപ്പും നമുക്ക് വെള്ളത്തിൽ ഒഴുക്കി കളയാം. ഇങ്ങനെ ചെയ്താൽ ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ പണയപ്പെട്ട ആഭരണങ്ങളെല്ലാം നമുക്ക് എടുക്കാൻ സാധിക്കും. വീണ്ടും പണയം വെക്കേണ്ട അവസ്ഥ വരാതിരിക്കുകയും ചെയ്യും. ധനസമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും. ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അമാവാസി പൗർണമി നമ്മൾ ആചരിച്ചാൽ കൃത്യമായി മുന്നോട്ട് പോയാൽ നമുക്ക് ധനസമൃദ്ധിയും സമാധാനവും സന്തോഷവും ഉണ്ടാവും എന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. ചെറിയ വാക്ക്, എൻ്റെ എളിയ വാക്ക് നിർത്തുന്നു. നന്ദി.